Xiaomi ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 17Tയും 17T Pro ആണ് എൻ്റെ കയ്യിലുള്ളത്. 17T Proയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോയി കാണാവുന്നതാണ്. സോ ഇന്ന് നമ്മൾ ഈ ഒരു 17Tയുടെ വിശേഷമാണ് പരിശോധിക്കാൻ പോകുന്നത്. ഇന്ത്യൻ വേരിയൻ്റ് അല്ല, മിഡിൽ ഈസ്റ്റ് വേരിയൻ്റ് ആണ്. സോ ഈ ഒരു മിഡിൽ ഈസ്റ്റിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുകളിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വാല്യൂ ഫോർ മണി ആണോ, അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ലൈക്കായിട്ട് കൊളാബർ ചെയ്തിട്ടുള്ള കിഡിലായിട്ടുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ലഭിക്കും. ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ ഇല്ലേ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എനിവേ 4 കളേഴ്സിലാണ് ഗ്ലോബലി ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് വയലറ്റ് എന്ന് പറയുന്ന കളറാണ്. ഇതുകൂടാതെ ഓപ്പൽ വൈറ്റിലും ബ്ലാക്കിലും ബ്ലൂവിലും അവൈലബിൾ ആണ്. ഇതാണ് 17Tയുടെ ബോക്സിനകത്ത് വരുന്ന കണ്ടൻസ്. ഒരു ബ്ലാക്ക് കളറിലുള്ള ബാക്ക് കവർ കൂടെ വരുന്നുണ്ട്. 67 വാട്ടിന്റെ ചാർജർ അഡാപ്റ്ററാണ് കൂടെ വരുന്നത്. അതുപോലെ തന്നെ ടൈപ്പ് 8 ടൈപ്പ് സി ചാർജിങ് കേബിളും. സോ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ബാക്ക് പാനലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഫൈബർ ഗ്ലാസ് മെറ്റീരിയലാണ്, മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. പക്ഷേ അലൂമിനിയം അല്ല ബോഡി ഫ്രെയിം വരുന്നത്, പ്ലാസ്റ്റിക് ആണ് വരുന്നത്. 8.17 mm ബോഡി തിക്നെസ്സിൽ 200 gram ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സിംഗിൾ ഹാൻഡിൽ എന്നുള്ള രീതിയിൽ നല്ല കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ആ ഒരു ക്യാമറ മൊഡ്യൂളുമുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സും വരുന്നത്. മുകൾ വശവും ലെഫ്റ്റ് സൈഡും കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2 നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. മെമ്മറി കാർഡ് ഓപ്ഷൻ ഇല്ല. ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ആസ് യൂഷ്വലി 15T സീരീസിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു സിമിലർ ഡിസൈൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ IP68 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഈ ഒരു ഫോണിൽ കോമ്പാക്ട് സൈസ് ഡിസ്പ്ലേ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 6.59 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ 120 Hz റിഫ്രഷ് റേറ്റിൽ വരുന്ന ഫ്ലാറ്റ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. വളരെ തിൻ ആയിട്ടുള്ള ബെസലാണ്. കോർണിംഗ് ഗോറില്ല ഗ്ലാസിന്റെ 7i ആണ് പ്രൊട്ടക്ഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 3500 nits ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയാൽ തന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 3840 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് ടെക്നോളജി യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് സിറ്റുവേഷനിൽ താരതമ്യേന ഫ്ലിക്കറിങ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ണിനുണ്ടാകുന്ന സ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഈ ഒരു ഡിസ്പ്ലേ 12-bit ഡിസ്പ്ലേ ആണ്. HDR10+ഉം ഡോൾബി വിഷനും ഇതിൽ സപ്പോർട്ട് ഉണ്ട്. കൂടാതെ 460 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിന്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ നല്ല സൂപ്പർബ് എന്നുള്ള രീതിയിൽ തന്നെ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറിൽ ഒപ്റ്റിക്കൽ സെൻസറോട് കൂടിയിട്ട് വരുന്നതാണ്. അത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയാനാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ 6500 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 67 വാട്ടിന്റെ ചാർജർ നമുക്ക് ഇതിന്റെ കൂടെ ലഭിക്കുന്നുണ്ട്. 22.5 വാട്ടിന്റെ റിവേഴ്സ് വയർഡ് ചാർജിങ് കൂടി ഇതിൽ സപ്പോർട്ട് ഉണ്ട്. സോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ കൂടിയും ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ദിവസത്തിന് മുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ 1.5 ദിവസത്തിന് മുകളിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. ഈ ഒരു ഫോണിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇറങ്ങുന്ന ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. MediaTek Dimensity 8500 Ultra എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് വരുന്നത്. 4 nm ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 3.4 GHz ആണ് ക്ലോക്ക് സ്പീഡ്. അന്തുത്തു സ്കോർ എനിക്ക് 2.1 മില്യൺ മുകളിലാണ് ലഭിച്ചിട്ടുള്ളത്. സോ പെർഫോമൻസ് സൈഡിൽ ഒരു സംശയത്തിൻ്റെയും കാര്യമില്ല. നമ്മൾ എത്തരത്തിലുള്ള യൂസർ ആണെങ്കിലും, നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിലും നോർമൽ യൂസർ ആണെങ്കിലും ഒരുപാട് മൾട്ടി ടാസ്കിങ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഒരു കുഴപ്പമില്ല. ലാഗ് ഫ്രീ ആയിട്ട് സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി 120 FPS-ലും PUBG 90 FPS-ലാണ് ഇപ്പോൾ നിലവിൽ സപ്പോർട്ട് ഉള്ളത്. സോ വളരെ സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ടും ലാഗ് ഫ്രീ ആയിട്ടും യാതൊരു തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഇല്ലാതെ എനിക്ക് ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് കളിച്ചത്. ഏകദേശം 50 മിനിറ്റ്സോളം ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. നല്ല പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത്രയും സമയം കളിച്ച സമയത്ത് ചെറുതായിട്ടുള്ള രീതിയിൽ വാമായിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ കൂളുമായിട്ടുണ്ട്. കാരണം ഇതിൽ ഷവോമിയുടെ 3D ഐസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്ന കൂളിംഗ് സിസ്റ്റം ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. സോ എനിവേ 2 മെമ്മറി വേരിയൻസിലാണ് ഖത്തറിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 12GB റാമിൽ 256GB, 12GB റാമിൽ 512GB, LPDDR5X അൾട്രാ റാം ടൈപ്പിൽ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്ന 4.1 ആണ്. മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 21ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ട് ഉണ്ട്. വൈഫൈ 6E ആണ് വരുന്നത്. ബ്ലൂടൂത്തിൻ്റെ 6 ആണ് വരുന്നത്. NFC സപ്പോർട്ട് ഉണ്ട്. IR ബ്ലാസ്റ്റർ സപ്പോർട്ട് ഉണ്ട്.
eSIM ഇതിൽ സപ്പോർട്ട് ഉണ്ട്. അതായത് ഒരു സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് eSIM കാർഡ് എന്നുള്ള രീതിയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. ആൻഡ്രോയിഡ് 16 ബേസ്ഡ് HyperOS 3 ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ്. കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത് ജൂൺ ഫസ്റ്റ് വീക്കിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മെയിലെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. കുറച്ച് ബ്ലോട്ട്വേഴ്സും ആഡ്വേഴ്സും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അത് ഒഴിച്ച് നിർത്തിയാൽ നീറ്റ് ആൻഡ് ഫാസ്റ്റ്, സ്മൂത്ത്, ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ ജെമിനി സർക്കിൾ ടു സെർച്ച് ഇതുകൂടാതെ ഇവരുടെ തന്നെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതായത് സെർച്ച്, റൈറ്റിംഗ്, ഇന്റർപ്രറ്റർ, ഡൈനാമിക് വാൾപേപ്പർ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സോഫ്റ്റ്വെയർ സൈഡിലും കാണാൻ സാധിക്കും. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണെങ്കിലും സൂപ്പർ ലൗഡി അല്ല, അത്യാവശ്യം ലൗഡി ആണെന്ന് പറയാം. പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സൗണ്ട് ഔട്ട്പുട്ട് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ ഒരു ഫോണിന്റെ മെയിൻ കീ ഫാക്ടർ എന്ന് പറയുന്നത് ഈ കാണുന്ന ക്യാമറ തന്നെയാണ്. ലൈക്ക ആയിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള 3 ക്യാമറയാണ് പിറകിലുള്ളത്. 50 മെഗാ പിക്സൽ മെയിൻ ലെൻസ് വിത്ത് OIS, 50 മെഗാ പിക്സൽ 5x ടെലിഫോട്ടോ ലെൻസ് വിത്ത് OIS, 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ലെൻസ്. സാധാരണ രീതിയിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടാണ് ശീലമെങ്കിൽ ഇത് ഞാൻ ഒറ്റ വാക്കിലും പറയുന്നില്ല. മെയിൻ ലെൻസിനെ കുറിച്ചും ആദ്യം ഞാൻ പറയുന്നില്ല. പകരം 5x ടെലിഫോട്ടോ ലെൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതൊറ്റ വാക്കിൽ പറഞ്ഞാൽ സൂപ്പർബ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്യുക. എസ്പെഷ്യലി എടുത്ത ഫോട്ടോസിൽ മിക്ക ഫോട്ടോസും നല്ല ഷാർപ്പ് ആൻഡ് ഡീറ്റെയിൽസ് നൽകുന്ന ഫോട്ടോസാണ്. ഗംഭീര ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് ലഭിച്ചിട്ടുള്ളത്. അത് ഹ്യൂമൻ പോർട്രേറ്റ് ആണെങ്കിലും നോർമൽ പോർട്രേറ്റ് ആണെങ്കിലും HDR പെർഫോമൻസ് ആണെങ്കിലും ഡേലൈറ്റ് പെർഫോമൻസ് ആണെങ്കിലും ഈവൻ മാക്രോ ഫോട്ടോഗ്രാഫി ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി സൂപ്പർബാണ്. കളേഴ്സ് മിക്കതും നാച്ചുറൽ എന്നുള്ള കളേഴ്സിൽ ലഭിക്കുമ്പോൾ ചിലത് ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പക്ഷേ മിക്ക ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ടോൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. 120x വരെ ഇതിൽ ഡിജിറ്റൽ സൂം സപ്പോർട്ട് ഉണ്ട്. അത്രയും സൂം ചെയ്തെടുത്തിരിക്കുന്ന ഫോട്ടോസ് പോലും നമുക്ക് റീഡബിൾ എന്നുള്ള രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ടെലിഫോട്ടോ ലെൻസ് ഗംഭീരം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി മെയിൻ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് ഈ പറഞ്ഞ പോലെ തന്നെ മിക്ക ഫോട്ടോസും നാച്ചുറൽ കളറാണ് ലഭിക്കുന്നത്. ചില ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിലും നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഡേലൈറ്റ് ആണെങ്കിലും HDR പെർഫോമൻസ് ആണെങ്കിലും പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്കിതിൽ മെയിൻ ലെൻസിലും എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും ഈ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയെ കുറിച്ച് പറയാനാണെങ്കിലും സെൽഫി ഫോട്ടോസും മിക്കതും നമുക്കൊരു സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ തന്നെ ക്വാളിറ്റി എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഡേലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള HDR ഫോട്ടോസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പോർട്രേറ്റ് ഫോട്ടോസും നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി വീഡിയോഗ്രാഫിയുടെ കാര്യം എടുത്ത് പറയാനാണെങ്കിൽ നമുക്കിതിൽ റോ അല്ലെങ്കിൽ ലോഗ് ഫോർമാറ്റിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കുറച്ച് ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ നമുക്ക് നമ്മുടെ ഫയൽസിലും കാര്യങ്ങളും ലെറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ വീഡിയോ സാമ്പിൾസ് അത് റിയർ ക്യാമറയുടെയും സെൽഫി ക്യാമറയുടെയും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ വീഡിയോഗ്രാഫി എത്രത്തോളം ഉണ്ടെന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഫോട്ടോഗ്രാഫിയുടെ കാര്യം എടുത്ത് പറയാനാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയില്ല. ഗൾഫ് രാജ്യങ്ങളിൽ ഇറങ്ങുന്നതിൽ വെച്ചിട്ട് ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ക്യാമറ പെർഫോമൻസിന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. നല്ല രീതിയിലുള്ളൊരു സ്റ്റെബിലിറ്റി ഉണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽസും വീഡിയോയിൽ കാണാം. നല്ല കിട്ടിലനായിട്ടുള്ള HDR പെർഫോമൻസ് ഉണ്ട്. സോ ഓവറോൾ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. എടുത്ത് പറയേണ്ട നല്ല രീതിയിലുള്ളൊരു സ്റ്റെബിലിറ്റി, നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫേസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു HDR പെർഫോമൻസും കാണാൻ സാധിക്കും. ഇതിൽ HDR 10+ മോഡൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കളേഴ്സ് ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ടോൺ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. സോ ഗൾഫ് രാജ്യങ്ങളിൽ ഇറങ്ങുന്നതിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തത്. ഈ ഒരു 17T ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നതാണോ ലാഭം അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എടുക്കുന്നതാണോ ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 12GB + 256GBക്ക് 1999 ഖത്തറിയാലും, 12GB + 512GB ആണെങ്കിൽ 2199 ഖത്തറിയാലും. അതോടൊപ്പം തന്നെ ലിമിറ്റഡ് പീരീഡിലേക്ക് റെഡ്മിയുടെ ഒരു വാച്ച് 5 ആക്റ്റീവും റെഡ്മിയുടെ ബഡ്സ് 6 ആക്റ്റീവ് എന്ന് പറയുന്ന ബഡ്സും ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എനിവേ ഇന്ത്യൻ പ്രൈസ് വരുന്നത് 59,999 റുപ്പീസാണ് 256GB വേരിയൻ്റ് എങ്കിൽ 512GBക്ക്
64,999 റുപ്പീസാണ് ഇതിൻ്റെ ഒഫീഷ്യലി പ്രൈസ് വരുന്ന. ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും ആ പറഞ്ഞിട്ടുള്ള ബാങ്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സോ ഇന്ത്യൻ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഖത്തറിലെ പ്രൈസ് വരുന്നത് വെറും 52,000 ആണ്. ഏകദേശം 8,000 രൂപ ഇവിടെ കുറവാണ്. അതുപോലെ തന്നെ 57,000 ആണ് 512GB വരുന്നത്. അതും ഏകദേശം 8,000 റുപ്പീസിൻ്റെ പ്രൈസ് കുറവിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങുന്നത്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്, അല്ലാതെ ഇന്ത്യയിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണായിട്ട് കമ്പയർ ചെയ്തിട്ടില്ല. സോ ആ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ കാണുക. സോ ഗൾഫ് രാജ്യങ്ങളിൽ ഇറങ്ങുന്നതിൽ വെച്ചിട്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയാനാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ ടോപ്പ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി കിട്ടില്ല ഡിസ്പ്ലേ ക്വാളിറ്റി, സൂപ്പർബായിട്ടുള്ള ബാറ്ററി ലൈഫ്, ഒരു രക്ഷയില്ലാത്ത ക്യാമറ പെർഫോമൻസ്, ഈവൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചു. വേണമെങ്കിൽ നമുക്കൊരു പോരായ്മയെന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടി മാറ്റം വരുത്താമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമിന് പകരം അലൂമിനിയം ഫ്രെയിം കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇനി അതില്ലെങ്കിൽ വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. സോ ഇതാണ് എനിക്ക് ഇതിൻ്റെ പേഴ്സണലി ആയിട്ട് ഒരു ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. അത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണെന്നാണ്. സോ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഫീൽ ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. സോ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.